നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂര്യ നമസ്കാരത്തെ കുറിച്ചുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. സൂര്യ നമസ്കാരം പലതരത്തിൽ ചെയ്യേണ്ടത് ഞാൻ എന്റെ ചാനലിന്റെ ആദ്യകാലത്ത് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ട് സൂര്യ നമസ്കാരം പഠിക്കുക. സൂര്യ നമസ്കാരം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പ്രാധാന്യത്തെ ലഘുവായിട്ടൊന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുകയാണ്. പലരും സൂര്യ നമസ്കാരത്തെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. സൂര്യ നമസ്കാരം ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർക്ക് സൂര്യ നമസ്കാരം ചെയ്യാവുന്നതാണ്. സൂര്യനെ നോക്കി സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മനസ്സിന് ബലം നൽകുന്നതാണ്, ശരീരത്തിന് ബലം നൽകുന്നതാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം, ആത്മബലം, അതായത് ആത്മാവിന് ബലപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ബലാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് സൂര്യ നമസ്കാരമാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള വ്യായാമ രീതി. സൂര്യ നമസ്കാരത്തോളം ഗുണപരമായിട്ടുള്ള ഒരു വ്യായാമവും ഇല്ല എന്നുള്ളതാണ്. ജിമ്മിലും മറ്റും വ്യായാമം നടത്തി അതിനോടൊപ്പം അനാവശ്യ ഭക്ഷണങ്ങളും കഴിച്ച് ശരീരത്തെ സ്വയം നശിപ്പിക്കുകയാണ്. രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കിക്കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നതോളം മറ്റൊരു വ്യായാമമില്ല എന്നുള്ളതാണ്. കാലത്ത് 6 മണിക്കും 6:30 ഇടയ്ക്ക് സൂര്യ നമസ്കാരം കടലോരത്ത് പോയി ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാകില്ല എന്നാണ്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് സാധിക്കാത്തവർ വീട്ടിൽ തുറസായ സ്ഥലത്ത് സൂര്യരശ്മികൾ ഏറ്റുകൊണ്ട് ഈ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് അതീവ ബലം നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കും. 3 തരത്തിലാണ് അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുക. ശരീരത്തിന് ബലം, കൂടാതെ മനസ്സിന് ബലം, കൂടാതെ ആത്മാവിന് ബലം. ഈ അമൂല്യ വ്യായാമത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക, അതിന്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചറിയുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനി നമുക്ക് മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.